അമ്മ വേഗം വരാൻ നോക്ക്, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. പിന്നെ പോകുമ്പോൾ അയാൾക്കൊരു ഡ്രസ്സ് കൂടെ എടുത്തോ. അതും പറഞ്ഞ് അവൻ വേഗം സ്റ്റെയർ കയറി. എൻ്റെ മഹാദേവ, ഇതെന്തൊരു വിധിയാണ് ആ കുഞ്ഞിൻ്റെ. അമ്മയെ ജനിച്ചപ്പോൾ തന്നെ നഷ്ടമായി, ഇപ്പോൾ ഇതും. ആ കുഞ്ഞിന് ഇനിയും പരീക്ഷിച്ച് മതിയായില്ലേ എൻ്റെ ദേവ. എടോ നിമ്മി, നമ്മളിപ്പോൾ ഇങ്ങനെ ടെൻഷനായി കരഞ്ഞ് തളർന്നു പോയാൽ ശ്രീമോളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? എന്നാലും ഏട്ടാ, നമ്മുടെ റിച്ചു ഒന്ന് ചെല്ലാൻ താമസിച്ചിരുന്നെങ്കിൽ എന്തായേനെ നമ്മുടെ ശ്രീമോളുടെ. അയ്യോ, എനിക്കത് ഓർക്കാൻ കൂടി വയ്യ, എൻ്റെ ശരീരം വരെ വിറയ്ക്കുക. മോൾക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, താൻ വേഗം ഒരുങ്ങാൻ നോക്ക്. വേഗം ഒന്ന് ഹോസ്പിറ്റലിലെത്തണം. മോൾക്കും ഇപ്പോൾ ഒരമ്മയുടെയൊക്കെ സാന്നിധ്യം ആവശ്യമാണോ? മുകുന്ദൻ്റെ വാക്കുകൾ ശരിവെക്കുന്നത് പോലെ നിമ്മി ഒന്ന് തല ചലിപ്പിച്ചു. അച്ഛനും അമ്മയും രാവിലെ ഇതെവിടെ പോയി? ഓഫീസിൽ പോകാൻ ഇറങ്ങി വരുമ്പോഴായിരുന്നു ഉണ്ണിയുടെ ചോദ്യം. എനിക്കൊന്നും അറിയത്തില്ല ഏട്ടാ, ഞാൻ വിളിച്ചപ്പോൾ ഇപ്പം വരുമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത്രയും പറഞ്ഞ് അച്ഛൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ പക്ഷേ റിച്ചു അവരുടെ കൂടെ ഉണ്ട്, അത് മാത്രം അറിയാം. അമ്മ പറഞ്ഞതിന് വെറുതെ ഒന്ന് മൂളി വിട്ടു ഉണ്ണി. അപ്പോഴും ഫോണിലേതോ റീൽസ് കാണുന്ന തിരക്കിലായിരുന്നു റിയ. റിയയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് നടക്കുമ്പോഴും അവർ മൂന്നും എവിടെ പോയി എന്നൊരു ആലോചന മാത്രമായിരുന്നു ഉണ്ണിയിൽ. ഓഫീസിലെത്തിക്കഴിഞ്ഞ് റിച്ചുവിനെ വിളിക്കാം എന്നവൻ കരുതി. ഉണ്ണി, നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് പോയാലോ? എന്താ നിൻ്റെ അഭിപ്രായം? ഡ്രൈവ് ചെയ്യുന്ന ഉണ്ണിയെ നോക്കിക്കൊണ്ടായിരുന്നു അവളുടെ ചോദ്യം. റിയ, നമുക്ക് പോകാം, ബട്ട് പെട്ടെന്ന് എനിക്കാവില്ല റിയ. എല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എൻ്റെ ഓരോ കാര്യങ്ങളും. പെട്ടെന്ന് അതങ്ങ് മാറ്റിമറിക്കാൻ. അവൾ അതിനൊന്ന് മൂളി എന്ന് വരുത്തി. അവൾ വീണ്ടും ഫോണിൽ നോക്കി തുടങ്ങി. നിമിഷ നേരം കൊണ്ട് അവിടെ അതിവേഗത്തിൽ തന്നെ ചാറ്റ് അവൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പിന്നെ ഇരുവർക്കും ഇടയിൽ അധികം സംസാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും അവരവരുടെ കാര്യങ്ങളിലേക്ക് കടന്നു. അപ്പോഴും ഉണ്ണിയുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. താൻ കാരണം തൻ്റെ റിച്ചുവിൻ്റെ ജീവിതം, അതായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അവിടെ വെറുതെ പോലും അവൻ അവളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചില്ല. താൻ ചെയ്ത തെറ്റാണ് ആ പെണ്ണിൻ്റെയും അവളുടെ കുടുംബത്തിൻ്റെയും ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പോലും അവൻ ഓർത്തില്ല. അവൻ വീണ്ടും അവൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു. നിമ്മിയും മുകുന്ദനും ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ശ്രീ നല്ല മയക്കത്തിൽ തന്നെയായിരുന്നു. എൻ്റെ മഹാദേവ, ഞാൻ എന്താ ഈ കാണുന്നേ? എൻ്റെ ദൈവമേ, എൻ്റെ കുട്ടിയുടെ ഒരു കോലം. എൻ്റെ കുഞ്ഞ് വല്ലാണ്ടായിപ്പോൾ ഈ മണിക്കൂറുകൾ കൊണ്ട്. ഗോപിയേട്ടൻ ഈ കോലത്തിൽ കാണാനാണോ മോളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചത്? എൻ്റെ നിമ്മി, താൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെയും കൂടെ ടെൻഷൻ ആക്കാതെ. ഞാനൊന്ന് പോയി സുരഭി മോളെ കാണട്ടെ, എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങളെല്ലാം. മുകുന്ദൻ അതും പറഞ്ഞ് ശ്രീയെ ഒന്ന് നോക്കിയതിന് ശേഷം അവിടെ നിന്നും സുരഭിയുടെ ക്യാബിനിലേക്ക് നടന്നു. അയാൾക്കുള്ളിൽ വല്ലാത്തൊരു പിടപ്പായിരുന്നു. മോളെ, അങ്കിൾ ഇങ്ങനെ പേടിക്കാനും മാത്രം ഒന്നുമില്ല. ആളിപ്പോൾ ഓക്കെയാ. പിന്നെ അത് ശരിയാവാൻ എന്താണെങ്കിലും ഒരു 2 മാസം ടൈം വേണം. ബട്ട് അങ്കിൾ, അയാളുടെ മനസ്സ് അത് ഓക്കെ ആക്കാനാണ്. അങ്കിളിനെ അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ. മോളെ റിച്ചു, അതെനിക്കറിയില്ല മോളെ. ആ കുഞ്ഞിൻ്റെ ജീവിതം അത് ഓർക്കുമ്പോൾ തന്നെ ഒരു ഭയമാണ് മനസ്സിൽ. അങ്കിൾ, ഞാൻ പറഞ്ഞല്ലോ, അവന് കുറച്ച് സമയം നമ്മൾ കൊടുത്താൽ മതി, അവർ തന്നെ അങ്ങ് സെറ്റായിക്കോളും. അങ്കിൾ, ഇന്നലെ തന്നെ അവൻ്റെ ടെൻഷനൊക്കെ ഞാൻ കണ്ടതാണ്. അവരെ ഇനി അകറ്റി നിർത്താതിരിക്കുക എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കിയെല്ലാം വിധി പോലെ അങ്ങ് നടക്കും. നമ്മളെല്ലാവരും ചിന്തിക്കുന്നതിലും നന്നായി സന്തോഷത്തോടെ തന്നെ അവർ ഒന്നിച്ച് ജീവിക്കും, സുഖമായി തന്നെ. ആർക്കും നോക്കി നിൽക്കാതെ അങ്ങനെ ദിവസം 5-6 കടന്നുപോയി. ഇന്നാണ് ശ്രീയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അവൾ എല്ലാവരോടും ആളാം വിധം പറഞ്ഞു നോക്കി അവൾ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പൊക്കോളാം. പക്ഷേ ആരും അത് സമ്മതിച്ചില്ല. മോൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ വീട്ടിലേക്ക് നിന്നെ വിടുന്നില്ല. അതുമാത്രമല്ല, അങ്ങോട്ട് വിടുമെന്ന് പൊന്നുമോൾ ഒട്ടും പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ തന്നെ ഇത്രയും ഒപ്പിച്ച് വെച്ചിട്ട് എന്ത് വിശ്വസിച്ചാണ് നിന്നെ ഞങ്ങൾ അങ്ങോട്ട് വിടുന്നത്? ആണും പെണ്ണും കെട്ടവനാ, ഉപദ്രവിക്കത്തില്ല എന്ന് എന്താ ഉറപ്പ്? അതൊന്നും വരില്ലമ്മ, ഞാൻ നോക്കിക്കോളാം. അല്ലെങ്കിൽ തന്നെ എത്ര ദിവസം നിങ്ങളെല്ലാവരും എന്നെ ഇങ്ങനെ സംരക്ഷിക്കും? ഞാനിവിടെ താമസിച്ചാൽ അതൊന്നും ഋഷികേഷിന് ഇഷ്ടമാവില്ല. അയാൾക്കൊരു ബുദ്ധിമുട്ടാവും. വെറുതെ എന്തിനാ? എൻ്റെ പ്രശ്നക്കേടും ഒന്നും ആരും ഇവിടെ നോക്കണ്ട. അതൊന്നും നോക്കേണ്ട ആവശ്യവുമില്ല. താൻ എന്താണെങ്കിലും എൻ്റെ വീട്ടിലേക്ക് തന്നെ വരുന്നു. നമ്മുടെ ഡിവോഴ്സ് നടക്കുന്നത് വരെ താൻ എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണം.
എന്നെനിക്ക് നല്ല നിർബന്ധമുണ്ട്. ഒരു തീരുമാനം പോലെ റിച്ചു അത് പറഞ്ഞപ്പോൾ പിന്നെ ആർക്കും അതിനെ എതിർപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. ശ്രീയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ കുറച്ചു നേരം അവിടെ തന്നെ നിന്നു. കേട്ടല്ലോ, റിച്ചു തന്നെ പറഞ്ഞു അങ്ങോട്ട് വരുന്ന കാര്യം, അതുകൊണ്ട് ഇനി മോള് ഒരു ഒഴിവുകഴിവും പറയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബാഗും കയ്യിലേക്കെടുത്ത് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു അവിടെ നിന്നും നേരെ വീട്ടിലേക്ക്. ഉണ്ണി, ഞാൻ ഇപ്പോൾ തന്നെ ഉള്ള കാര്യം പറഞ്ഞേക്കാം. എനിക്ക് ആ പെണ്ണ് ഇവിടെ താമസിക്കുന്നത് വലിയ താല്പര്യമൊന്നുമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആലോചിച്ച പെണ്ണല്ലേ അത്. അതിന് ഉണ്ണി ഫയലിൽ നിന്നും മുഖമൊന്ന് ഉയർത്തിക്കൊണ്ട് അവളോട് ചോദിച്ചു. അവൻ ആ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. ഒന്ന് അറിയാത്ത പോലെ സംസാരിക്കരുത് ഉണ്ണി. അവളും മനസ്സിൽ നിന്നെ ഭർത്താവായി ചിന്തിച്ചിട്ടുണ്ടാകും. നീയായിട്ട് ഒന്നിച്ചൊരു ജീവിതമൊക്കെ സ്വപ്നം കണ്ടവളാ. ഇനി നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടിട്ട് അവളുടെ മനസ്സിലെങ്ങാനും കുശുമ്പും കുഞ്ഞായ്മയും അതൊന്നും ശരിയാവത്തില്ല. അവൾ മനസ്സിൽ നിന്നെ ഭർത്താവായി ചിന്തിച്ചിട്ടുണ്ടാകും. നീയായിട്ട് ഒന്നിച്ചൊരു ജീവിതമൊക്കെ സ്വപ്നം കണ്ട് വന്നവളാ. ഇനി നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ടിട്ട് അവൾ മനസ്സിലെങ്ങാനും കുശുമ്പും കുഞ്ഞായ്മയും തോന്നി എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചാലോ? അത് മാത്രമാണ് എല്ലാവരും പറയുന്നത് പോലെ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ദോഷം ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ കൂടി ബാധിക്കുന്നത്. നിനക്കെന്താ ശരിക്കും പ്രശ്നം? നിനക്ക് വല്ല വട്ടുമുണ്ടോ റിയ? ഇതുപോലത്തെ സ്റ്റുപ്പിഡിറ്റിയൊക്കെ വിശ്വസിക്കാനും മാത്രം. ആ പെണ്ണ് അവിടെ വരികയോ ജീവിക്കുകയോ എന്ത് വേണേ കാണിക്കട്ടെ, അവളിപ്പോൾ ഉണ്ണിയുടെ ഭാര്യയാണ് എന്ന് ആരും പറയില്ല. കാരണം നീയാണ് എൻ്റെ ഭാര്യ. അവൾ റിച്ചുവിൻ്റെ ഭാര്യ മാത്രം. അവൻ്റെ ഭാര്യയോട് ഇവിടെ പോകണ്ട എന്ന് പറയാനൊന്നും നമുക്ക് പറ്റില്ല. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത പോലെ എനിക്ക് അവരുടെ ഡിവോഴ്സ് നടത്തണം. അതിനവൾ ഇവിടെ തന്നെ നിൽക്കുന്നതാണ് നല്ലത്. അവളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമോ പ്രതീക്ഷയോ ഉണ്ടെങ്കിൽ അത് ഈ വീട്ടിൽ വെച്ച് തന്നെ ഇല്ലാതായിരിക്കണം. എന്നാലുമില്ല. ആ മോൾ ഇങ്ങോട്ട് വരട്ടെ. അവൾ ഇനിയാണ് പഠിക്കാൻ പോകുന്നത്. പലതും അവളുടെയും അവളുടെ അച്ഛൻ്റെയും ഉടായിപ്പൊന്നും ഈ ഉണ്ണിയുടെ അടുത്ത് നടക്കില്ല, എൻ്റെ ചെറുക്കൻ്റെ അടുത്തും. ഉണ്ണി എന്തൊക്കെയോ ഗൂഢമായ ആലോചനകളിലൂടെ അതെല്ലാം പറയുമ്പോഴും റിയയ്ക്ക് അത് അത്രയ്ക്ക് അങ്ങോട്ട് സുഖിക്കുന്നുണ്ടായിരുന്നില്ല. ഒന്നുമില്ലെങ്കിലും ഉണ്ണിക്ക് വേണ്ടി പറഞ്ഞു വെച്ച പെണ്ണാണ്. അത് തന്നേക്കാൾ സുന്ദരി. എന്തെങ്കിലും അവർക്കിടയിൽ വീണ്ടും വന്നാലോ എന്നുള്ള ഭയം അവളെ വല്ലാതെ കാർന്നു തിന്നുകൊണ്ടിരുന്നു. 2 മണി കഴിഞ്ഞപ്പോൾ തന്നെ റിയയെയും കൂട്ടിക്കൊണ്ട് ഉണ്ണി വീട്ടിലേക്ക് തിരിച്ചു വന്നത്. ആ സമയത്ത് തന്നെയാണ് ആശുപത്രിക്കാരെ വീട്ടിലേക്ക് കയറി വരുന്നത്. അമ്മ ശ്രീയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നത് കണ്ടപ്പോൾ തന്നെ റിയയുടെ മുഖമങ്ങിരുണ്ടു. താൻ ഈ വീട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസമായി. ഇതുവരെയായിട്ടും ഇവിടെ ആരും തന്നോട് സ്നേഹമോ കരുതലോ ഒന്നും കാണിച്ചിട്ടില്ല. എന്നാൽ അവൾക്കോ എല്ലാവരും അവളെ പൊന്നുപോലെയാണ് നോക്കുന്നത്. ആ ഒരു വ്യത്യാസം റിയയ്ക്ക് വല്ലാത്ത സങ്കടം വരുത്തി. അതിൽ കൂടുതൽ ദേഷ്യം പകയായിരുന്നു ശ്രീയോടൊരു നിമിഷം. എന്നാൽ ശ്രീ ആരെയും നോക്കാൻ നിൽക്കാതെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എവിടെയെങ്കിലും ഒന്ന് കിടക്കണം, അത് മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. നിമ്മി, മോളുടെ സാധനമെല്ലാം താൻ റിച്ചുവിൻ്റെ റൂമിലേക്ക് വെച്ചോ. അച്ഛാ, അത് അച്ഛൻ തന്നെയാണ്. അവൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഡിവോഴ്സ് വരെ മോൾ അവൻ്റെ ഭാര്യയാണെന്ന്. ഭാര്യ ഭർത്താവിൻ്റെ കൂടെയാണ് താമസിക്കേണ്ടത്, അല്ലാതെ നാത്തുവിൻ്റെ റൂമിലല്ല. റിച്ചുവിൻ്റെ റൂമിൽ കയറിയപ്പോൾ ശ്രീയുടെ കണ്ണുകൾ ആ റൂമിലാകെ ഒന്ന് ഓടി നടന്നു. അവിടെ വെച്ചിരിക്കുന്ന ആ വലിയ ഫോട്ടോയിൽ അവളുടെ കണ്ണുകളൊന്ന് ഉടക്കി. അതിലെ ആ കണ്ണുകളിൽ കാണുന്ന തിളക്കം, കവിളിലെ ആ ഗർത്തം എല്ലാം കണ്ട് അവളിലൊരു അത്ഭുതമായിരുന്നു. അവനിങ്ങനെ ചിരിക്കാൻ അറിയുമോ? ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ ആ ചിരിക്ക്? ഇതൊക്കെ അവൾക്കൊരു സംശയമായി തോന്നിയപ്പോൾ. എന്നാൽ അവളുടെ കണ്ണുകൾ അവിടെ നിന്നും തുറക്കുന്ന വാതിലിൻ്റെ അരികിൽ പോയപ്പോൾ സന്തോഷം ഒറ്റ നിമിഷം കൊണ്ടില്ലാതായി. കലിപ്പിച്ച ഭാവത്തോടെ നിൽക്കുന്ന റിച്ചു, താൻ എന്താ ഇവിടെ? അത് ഞാൻ പിന്നെ അച്ഛൻ തനിക്ക് ഈ വീട്ടിൽ നിൽക്കാം. ഗസ്റ്റ് റൂമുണ്ട്, അല്ലേ അമ്മുവിൻ്റെ കൂടെ. എൻ്റെ റൂമിൽ കയറുന്നത് എനിക്കിഷ്ടമല്ല. അവളെന്തോ പറയാൻ വന്നപ്പോഴത്തേക്കും അവൻ അവൾക്ക് നേരെ വാതിൽ തുറന്നു കൊടുത്തിരുന്നു. എന്തോ അവൻ്റെ ആ പ്രവൃത്തിയിൽ ആദ്യം ഒരു വേദന തോന്നി. പക്ഷേ ഇതെല്ലാം താൻ പ്രതീക്ഷിച്ചതാണല്ലോ എന്നുള്ള ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ പിന്നെ അവൾ ഒന്നും പറയാതെ മുറിക്ക് പുറത്തേക്ക് തന്നെ ഇറങ്ങി. ശ്രീ നേരെ നോക്കി. ഇത് റിയയുടെ മുഖത്തേക്കായിരുന്നു. ആ മുഖത്ത് തന്നെ പുച്ഛത്തോടെ നോക്കുന്ന ഒരു ഭാവമാണ്. പക്ഷേ അതെന്തിനാണെന്ന് മാത്രം ആ നിമിഷം ശ്രീക്ക് മനസ്സിലായില്ല. താൻ ഇതുവരെ ആരോടും സംസാരിക്കാനോ എന്തിന് അവരെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും പോയിട്ടില്ല. പക്ഷേ എന്തിനാണ് തന്നോട് ഈ പുച്ഛം, ദേഷ്യം? എന്താ ശ്രീ, നീ ഇങ്ങനെ റൂമിന് വെളിയിൽ നിൽക്കുന്നത്?
റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞല്ലേ അമ്മ ഇവിടേക്ക് ആക്കിയത് എന്ന് ചോദിച്ചുകൊണ്ട് അമ്മു അവൾക്കരികിലേക്ക് വന്നു. അത് അമ്മു. ഇയാൾക്ക് അതൊക്കെ പറയാൻ പാടായിരിക്കും. വേറൊന്നുമല്ല അമ്മു, ഋഷികേഷിന് ഇഷ്ടമല്ല ഈ പെണ്ണ് ആ മുറിയിൽ കഴിയുന്നത്. അവൻ ഇറക്കി വിട്ടതാണ്. പുച്ഛത്തോടെ അതും പറഞ്ഞ് ചിരിക്കുന്നവളുടെ മുഖത്തേക്ക് അമ്മു ഒന്ന് ദേഷ്യത്തോടെ നോക്കി. ഇതൊന്നും ഇപ്പോൾ ഇവിടെ ആരും റിയോട് ചോദിച്ചില്ലല്ലോ. പിന്നെ സ്ത്രീയെ നോക്കിയിട്ടുള്ള ഈ പുച്ഛം, അതാണ് ഇപ്പോഴേ അങ്ങ് മാറ്റി വെച്ചേക്ക്. തനിക്ക് ഈ വീട്ടിൽ എന്ത് അധികാരവും അവകാശവും ഉണ്ടോ അതുതന്നെയുണ്ട് ശ്രീമോൾക്കും. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് 3 പേരും ഒരുപോലെ നോക്കി. മുകുന്ദനും നിമ്മിയും ഒരു നിമിഷം റിയെ ഒന്ന് വിളറി വെളുത്തു. അത് അങ്കിൾ, ഞാൻ കൂടുതൽ കടന്ന് കൊച്ചു പറഞ്ഞു ഒപ്പിക്കണമെന്നില്ല. എന്താ ഇവിടെ നടന്നതെന്നും എന്താണ് കുട്ടി പറഞ്ഞതെന്നും ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. പിന്നെ ശ്രീമോൾ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നതല്ല. ഞങ്ങൾ എല്ലാവരും തന്നെ ആലോചിച്ച് ഉറപ്പിച്ച കല്യാണമാണ്. തൻ്റെ ഭർത്താവെന്ന് പറയുന്ന എൻ്റെ മൂത്ത പുത്രൻ കറക്റ്റ് സമയത്ത് കാല് വാരിയത് കൊണ്ട് ഇളയ മകൻ കല്യാണം കഴിക്കേണ്ടതായി വന്നു. അല്ലാതെ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ചെറുക്കനെ അടിച്ചു മാറ്റി കൊണ്ടുപോയി വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല. നിമ്മി ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ മുഖത്ത് നോക്കി തന്നെ അങ്ങ് പറഞ്ഞു. ശ്രീയുടെ മുന്നിൽ വച്ച് അങ്ങനെ കേട്ടപ്പോൾ റിയയ്ക്ക് ആകെ അതങ്ങ് നാണക്കേട്. അതുകൊണ്ട് തന്നെ മുഖവും കയറ്റിപ്പിടിച്ച് അവൾ റൂമിലേക്ക് കയറി കതകടച്ചു. അല്ല മോളെ, ഞാൻ ഏത് റൂമിൽ കിടക്കാനാണ് നിന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അതിനു മുമ്പേ റൂമിന് വെളിയിൽ വന്നിരിക്കാൻ എന്താ അവിടെ നടന്നത്? ഒട്ടും മയം കൊടുക്കാതെ തന്നെ നിമ്മി ശ്രീയുടെ നേരെ തിരിഞ്ഞു. അത് പിന്നെ അമ്മ, അവൻ ഇറങ്ങാൻ പറഞ്ഞ ഉടനെ ഇറങ്ങാനാണോ നിനക്ക് ഞാൻ ക്ലാസ് തന്നത്? നിമ്മി അത് ചോദിച്ചപ്പോൾ ഒരു ചിരി മാത്രമായിരുന്നു അവളുടെ മുഖത്ത്. എല്ലാം നഷ്ടപ്പെട്ടവരെ പോലുള്ള ഒരു നിസ്സഹായമായ ചിരി. എന്തിനാ ഞാനിങ്ങനെ ഋഷികേഷിനൊരു ഭാരമായിട്ട് ആ മുറിയിൽ കൂടെ കഴിഞ്ഞ് അയാളെ ശല്യം ചെയ്യുന്നത്? എനിക്ക് വേണ്ടി ചെയ്തെന്ന ഉപകാരം ഒത്തിരി വലുതാണ്. അതിന് നന്ദി കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാമല്ലോ അല്ലേ? പിന്നെ ഒരു ഭാരം വരാൻ നീ അവൻ്റെ തലയിലെ മണ്ടയിലാണല്ലോ കയറിയിരിക്കുന്നത്. ഒന്ന് പോയേ കൊച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് മുകുന്ദൻ തന്നെ കഥകൾ തട്ടി. എടാ റിച്ചോ, കഥകു തുറന്നേ. വേണ്ടച്ചാ, ഇത് പറഞ്ഞ് ഇനി നിങ്ങൾ തമ്മിലൊരു പ്രശ്നം വേണ്ട. ഞാൻ അമ്മുവിൻ്റെ റൂമിൽ കഴിഞ്ഞോളാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ശ്രീക്ക് പ്രശ്നം കാണില്ല, പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട്. അമ്മു എടുത്തടിച്ചതുപോലെ അങ്ങനെ പറഞ്ഞപ്പോൾ ശ്രീയുടെ മുഖം അങ്ങ് മങ്ങി. ഇനി താനും അവളുടെ ഒപ്പം കഴിയുന്നത് അവൾക്ക് ഇഷ്ടമല്ലാതായിരിക്കുമോ? അവൾക്കും താൻ വന്നത് ദേഷ്യമായി കാണുമോ? അങ്ങനെ പലവിധ ചിന്തകൾ അവളുടെ മനസ്സിലുടന്ന്. എൻ്റെ ശ്രീ, നിൻ്റെ ഈ പൊട്ടത്തലയിൽ ഇനി കൂടുതലൊന്നും ആലോചിച്ച് കൂട്ടണ്ട. നീ എൻ്റെ റൂമിൽ കിടക്കുന്നത് കൊണ്ടോ എൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നത് കൊണ്ടോ എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇപ്പോൾ ഇത് പറഞ്ഞത്, നിനക്കൊരു ലൈഫുണ്ട്. അതിങ്ങനെ ആ റൂമിൽ കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഇവൻ്റെ കൂടെ ഈ റൂമിൽ കഴിഞ്ഞു തന്നെ നീ നിൻ്റെ ജീവിതം തിരിച്ചു പിടിക്കണം. മനസ്സിലായോ ഈ പൊട്ടത്തലയിൽ? അതിനെല്ലാം അവളൊന്ന് പുഞ്ചിരിച്ചത് മാത്രമേ ഉള്ളൂ. പരിണയം എന്ന എൻ്റെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് എഴുതി അറിയിക്കുക കമൻറ്റിലൂടെ. താങ്ക്